കേശുവേ എന്റെ മറ്റേ വീഡിയോ ഞാൻ കണ്ടായിരുന്നു കേട്ടോടാ. അടുത്ത് സാറ് നിൽക്കുന്നു. ഏത് വീഡിയോ എപ്പോ? അൽസാബിത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടേടാന്ന് അവള് ചോദിച്ചു. ചെറിയ മോള് ഉത്തര എന്ന് പറഞ്ഞൊരു കുഞ്ഞു മോള്. ഇത് കഴിയുമ്പോ അവൾ എന്നെ ഉറപ്പായിട്ടും സെൻസർ ബോർഡ് വിളിക്കണേലും കാള് ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, വലിയ കുട്ടിയായില്ലേ ഉത്തരാ കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്നത് അല്ലേ? അപ്പൊ എന്തിനും മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന്. ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് മറ്റേ ഈ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടേ കൊണ്ടുപോയേ അത് പറയല്ലേ എന്നാ. ഇത് കഴിഞ്ഞിട്ട് ക്യാമറ എൻ്റെ കൂടെ പുറകെ വേണേ അങ്ങ് വരെ. എന്റെ കുഞ്ഞിനെ പറഞ്ഞാൽ നീയല്ല നിന്റെ അപ്പാപ്പം വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞേ, വന്നാലും ഞാൻ തപ്പിയെടുത്ത് നിന്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. എനിക്ക് ഇത്രയും കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ നിന്റെ വീട്ടിൽ വരെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഞാൻ നേരെ കൊണ്ടുവന്ന് ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ എന്തൊരു പറയാം, ഇനിയിപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് വേണം ബാക്കി എല്ലാം കൂടെ എന്റെ തലേ കയറാൻ. ഞാൻ എന്താ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇനി ആരും തെറ്റി, ഇനി അതിനകത്ത് മറ്റേ ചിക്കി ചകഞ്ഞു കോഴി വരല്ലേ. പൊതുവെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇൻസ്പിറേഷൻ മെയിൻ ആയിട്ട് പേരൻസിന്റെ അടുത്തു നിന്നായിരിക്കും. എനിക്ക് പേരൻസിന് പകരം അമ്മയുടെ അടുത്തു നിന്നാണ്. പേരൻസിന് പകരം പേരൻസ് മാറ്റിയെന്നല്ലേ ഉള്ളൂ. പേരന്റ് അണ്ണാ അത് ചെയ്ത മോശമായിപ്പോയി, ഇതാണ് ചെയ്ത ഭയങ്കര മോശമായിപ്പോട്ടോ. ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. നല്ല കുട്ടികളുണ്ട്, എത്രയോ നന്നായിട്ട് കമന്റ് ചെയ്യുന്നവരുണ്ട്. എന്നെ കണ്ടില്ലേ? എന്നെ കണ്ടില്ലേ? ആരും അറിഞ്ഞില്ല, അവര് മാത്രമേ കേട്ടുള്ളൂ. നമുക്ക് ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ച് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ച് പോകുന്നത് കുറേ നാളുകളായി ഞങ്ങൾ ചോദിക്കാൻ വേണ്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ആളെ രണ്ടുപേരെയും ഞങ്ങൾക്ക് കിട്ടിയത്. ഇവർ രണ്ടുപേരെയും ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഇന്ന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഉപ്പും മുളക് എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ വർഷമായിട്ട് വളരെ ചെറിയൊരു കുഞ്ഞു താരമായി വന്ന് ഇപ്പോൾ അടിപൊളിയായി ഗംഭീരമായിട്ട് പോകുന്നു. ആൻഡ് ശരിക്കുമുള്ള പേര് വരെ ഇപ്പോൾ ആൾക്കാർ മറന്നുപോയെന്ന് തന്നെയാണ്. കേശു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കേശുവിന്റെ അമ്മയും ഹലോ ഹലോ വെൽക്കം. അൽസാബിത്ത് പറയൂ, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് എന്തായിരുന്നു പരിപാടി? ഇന്നിപ്പം ഷൂട്ടായിരുന്നോ? ഷൂട്ട് ഉണ്ടായിരുന്നു, ഉപ്പുമുളകിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. രാവിലെ വൈകിട്ട് വരെ അത് തന്നെ. അത് കഴിഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നു. ആണ് ഈ ഷൂട്ടിന്റെ ടൈമിലൊക്കെ അപ്പം കേശുവിന്റെ കൂടെ ഫുൾ ടൈം ഉണ്ടാവുമോ? അതെങ്ങനെ? ഏതാണ്ട് ഓൾമോസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഉപ്പും മുളകിലേക്ക് ഒരു 2-3 വർഷമായിട്ട് പോകാറില്ല, കണ്ടിന്യൂസ് പോകാറില്ല. എപ്പോഴും കൂടെ ഉണ്ടാവത്തില്ല. ഇപ്പം കുറച്ച് വലുതായില്ലേ, മീശയൊക്കെ വെച്ചില്ലേ, നാട്ടുകാർ തല്ലൂല്ലേ. ഒരുമാതിരി പുച്ഛമാണല്ലോ അത്. മറ്റേ സാധനം ഞാൻ പോവാത്തിലൂടെ നന്നാ എനിക്ക് നാണക്കേടുന്നു. ഈ വലുതായതുകൊണ്ടല്ല കേട്ടോ. അതായത് ഉപ്പും മുളകിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ മണൽത്തരിയും ഇവരെ തിരിച്ചറിഞ്ഞവരാണ്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ വല്ലപ്പോഴും പോകത്തുള്ളൂ. പക്ഷെ അവിടുന്ന് ഇപ്പൊ ഔട്ട്ഡോർ ഷൂട്ട് വെച്ചാ അപ്പൊ എന്തായാലും ആ വീട് എനിക്ക് സേഫ് ആണ്. കാരണം അത് ഓൾറെഡി ഫുൾ ഗേറ്റ് അടച്ചിട്ട് പൂട്ടിയിട്ടാണ്. ആരെങ്കിലും അകത്തോട്ട് വരാന്നുള്ളതല്ലാതെ അകത്തൊന്നും ആരും പുറത്തോട്ട് പോകില്ല. വിട്ടേതായാലും പോകാൻ ചാൻസ് ഇല്ല. ഞാനാണെങ്കിൽ പോകത്തുമില്ല. എനിക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളു അവിടുന്ന്, ഫ്ലാറ്റിൽ നിന്ന് അടുത്ത. അത് മാത്രമല്ല ഒരു സെക്കൻഡ് ഹോം പോലെയാണ് സ്ഥലം അല്ലേ? അതൊരു ഭയങ്കര ഒരു ഇപ്പം അവിടെ 10 വർഷം. അതെ ബാലിച്ചേട്ടൻ്റെ അടുത്ത് നിശ്ചയിച്ചിട്ട് പല ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴും പറയും വീട്ടിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ അത്ര അടുപ്പാണ്. മാസം ഒരു 10, 23, 25 ദിവസം 10 വർഷമായിട്ട് അവിടെ തന്നെ പറഞ്ഞ ആലോചിച്ചു. അല്ലേ, ഒരു ചെറിയ കുഞ്ഞാപ്പി പയ്യനായിട്ട് നമ്മൾ കണ്ടു 8 വയസ്സിൽ തുടങ്ങിയതാ, വയസ്സ് 18 ആവുന്നു. 10, 3, 4 എങ്ങാണ്ടായപ്പം തുടങ്ങിയ അംഗമാണ് അല്ലേ? ഇപ്പൊ ക്യാരക്ടറും മാറി, കൂടെ ആൾക്കാരുമായി. നിങ്ങളെ തൊണ്ടക്ക് വേണ സൂക്ഷിച്ചേ, പറയണില്ല ഞാൻ പോട്ട്. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ഇപ്പം അങ്ങനെ ബാലതാരമായിട്ട് വന്നു. ഇപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പൊ ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ആൾക്കാരും തിരിച്ചറിയുന്നു. ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ മോളിലോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അതിന് ഇപ്പം അത് യൂസ് ടു ആയി കാണും തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ. എന്നാലും നമ്മുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു മൊമെന്റ്, അതായത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി വന്ന് നമ്മുടെ അടുത്ത് വന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രായമായ ഒരാൾ വന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ ആയിപ്പോയൊരു മൊമെന്റ് ചിലപ്പോൾ എവിടെയെങ്കിലും ആയിരിക്കാം. അങ്ങനെ നോക്കണം, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരൂടെ പോയ സ്ഥലമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കാം? മൈൻഡിലുണ്ട് അല്ലേ? അമ്മനെ പറയടേ.
കാരണം എനിക്ക് അങ്ങനെ എപ്പോ വന്നാലും എനിക്ക് സന്തോഷമുള്ള സംഭവമാണ്. നമ്മള് എറണാകുളത്ത് വെച്ച് തന്നെയാ നമ്മുടെ ഒരു മാളില് പോയപ്പോ നല്ല പ്രായമുള്ളൊരു മുത്തശ്ശിയ, നല്ല മുത്തശ്ശി എന്നൊക്കെ പറയേണ്ടി വരും. അപ്പം അമ്മൂമ്മക്ക് ഒന്ന് കണ്ണ് കാണൂല എന്ന് വെച്ചാ ബ്ലർ വളരെ അറിയാലോ, പ്രായമുള്ളവർ വളരെ ചെറുതാ കാഴ്ച. പിന്നെ വീൽ ചെയറിലാണ് പുള്ളിക്കാരുത്തി. അപ്പോൾ കൊണ്ടുവന്നതാണ്. ഇവനെ കണ്ടതും സൗണ്ട് കേട്ടു, സംസാരിച്ചപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു ഉപ്പുമുളയിലെ കേശുവാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പോയി സംസാരിച്ചു. ശബ്ദം കേട്ടപ്പോൾ കൂടുതൽ ഐഡന്റിഫൈ ചെയ്തു. ഈ ശബ്ദം ആർക്കാ അറിയാത്തത്. അതുകൊണ്ട് ഇപ്പൊ എന്നെ എവിടെയെങ്കിലും പോകുമ്പോ സൗണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ താടിയിലൊക്കെ പിടിച്ചിട്ട്, അപ്പൊ ഇവനിങ്ങനെ കുനിഞ്ഞ് അമ്മൂമ്മയുടെ അടുത്തോണ്ട് ചെന്ന് അപ്പോഴത്തേന് താടി ഇങ്ങനെ കൈ രണ്ടുമൊക്കെ പിടിച്ചിട്ട് എനിക്കത് ഭയങ്കര കണ്ണ് നിറഞ്ഞു. മക്കളെ നന്നായി വരും, നല്ല മോനായിട്ട് വരും, അങ്ങനെ അനുഗ്രഹിച്ച് കുറെ സംസാരിച്ചു പുള്ളിക്കാരത്തിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കത് കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു. കാരണം ഇപ്പം കണ്ണിലും അങ്ങനെ ഉണ്ടെങ്കിലും സ്ഥിരമായിട്ട് ചിലപ്പോൾ ടി വി കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള അമ്മൂമ്മയെ സംബന്ധിച്ച് ഞാൻ അമ്മൂമ്മയുടെ ഒരു കൊച്ചുമോയി, അവൻ എല്ലാ ദിവസവും വീട്ടിൽ ഉണ്ട്. അവൻ കാര്യം പറഞ്ഞ് ഇപ്പൊ പുറത്ത് വെച്ച് പറഞ്ഞേ ആ സാധനമാണ്. അതെ 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 അതെ. വേറെ ആരും അങ്ങനെ അധികം ആൾക്കാരും കാണത്തില്ല വീട്ടില്. ഫുൾ ടൈം ടി വി ഇന്ന സമയമാകുമ്പോ ഉപ്പുമുളക് കാണുന്നത് ആ കേൾക്കുന്നതും ശബ്ദം അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഭയങ്കര. അത് ഉപ്പുമുളക് തുടങ്ങി ഒരു 3-4 വർഷമൊക്കെ ആയിട്ടാ. അപ്പൊ ചിലപ്പോ തുടങ്ങിയ സമയത്ത് കണ്ണിനൊന്നും അത്രയും മങ്ങലുണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ നന്നായിട്ട് കണ്ടിട്ടുണ്ടാവും. കേശൂട്ടാ എന്ന് പറഞ്ഞിട്ടാണ് അമ്മൂമ്മ വിളിച്ചതുപോലെ. എനിക്ക് നല്ല ഓർമ്മ ഇപ്പോഴും. അത് ഭയങ്കര അവരുടെയൊക്കെ ഒരു അനുഗ്രഹം ഭയങ്കരമാണ്. തീർച്ചയായിട്ടും അങ്ങനെ എത്രയോ ആൾക്കാർ ഒരുപാട്. ഏജ് കേശുവിന്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നത് ഏജ് ബാരിയർ ഇല്ലാതെ എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇഷ്ടമുള്ള അല്ലേ? സത്യം എനിക്ക് തോന്നിയൊരു കാര്യം അത്. കുട്ടികളാണെങ്കിലും കേശുചേട്ടാന്ന് വിളിച്ചു ചെല്ലും. ഏട്ടൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. കേശു അച്ഛൻ വിളിക്കുന്ന സാധനം, മക്കളെ കേശു എടാ പോടാ എടേ എന്താടാ ഒന്നുമില്ല ചുമ്മാ വിളിച്ചേടാ. അത് പക്ഷെ ഭയങ്കര നമുക്ക് സന്തോഷം. അവൻ വിളിച്ചിട്ട് പോവും ചെയ്യും. ഈ 1ലും 2ലും പഠിക്കുന്നവര് വരെ കേശുവേ എന്നൊക്കെ വിളിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോ സെയിം അവസ്ഥയാ. ഒരു ദിവസം ഞാൻ മറ്റേ സ്കൂളിന്റെ 3ാമത്തെ നില നിൽക്കണു, താഴെ ചെറുത്. അന്ന് നമ്മൾ ഏതാടെ നമ്മുടെ ഉപ്പുമുളകിന്റെ മെറിലും വന്ന എപ്പിസോഡോ താഴെ 190ാമത്തെ എപ്പിസോഡാന്ന് തോന്നുന്നു. അതങ്ങനെ കണ്ടിട്ട് ആ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചെറുത് താഴെ നിന്നിട്ട് ഒരു 1ലൊക്കെ ആയിരിക്കും, 2ലും ഒരു 1-ഓ 2-ലോ കേശുവേ എന്റെ മറ്റേ വീഡിയോ ഞാൻ കണ്ടായിരുന്നു കേട്ടോടാ. ഇന്റർവ്യൂവിന്റെ വീഡിയോ ആണെന്ന് കണ്ടായിരുന്നു. സാറ് ചോദിച്ചെന്ന് സാറേ ഏത് വീഡിയോ എപ്പോ? അല്ല ഇന്റർവ്യൂവിന്റെ ഇതിന്റെ അവൻ വേറെന്താണ് ഉദ്ദേശിച്ചേ അങ്ങനെ. അതാണ് ആ ഫാൻ ബേസ്. അതൊരു ഭയങ്കര സുഖമുള്ള ഒരു സംഭവം അല്ലേ? നമുക്ക് കിട്ടുന്ന ഒരു ലവ്, ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. വേറെ കാര്യമുണ്ട്, നമ്മൾ എവിടെ ചെന്നാലും വേറൊരാള് എന്ന് പറയേണ്ട കാര്യമില്ല. അതാ നമ്മുടെ വീട്ടിലെ തന്നെ ഒരു പയ്യൻ. എല്ലാരും നമ്മുടെ കൂടെ ഉള്ള പിള്ളേര്, കുഞ്ഞു പിള്ളേരൊന്നും കെട്ടിയങ്ങ് പിടിക്കും. നമുക്ക് അത് കാണുമ്പോ സാധാരണ കുഞ്ഞു പിള്ളേർ കാര്യം അറിയാലോ, അറിയാത്തവരെ വന്നവര് 2.5 കിലോമീറ്റർ 2 ദിവസം അവര് മാറിയിരിക്കും. ഇത് കുഞ്ഞു പിള്ളേർ വന്നാലും കേശുട്ടാ അല്ലെ കേശു എന്ന് പറഞ്ഞിട്ട് അങ്ങ് കേറി ഹഗ് ചെയ്ത് പിടിക്കും. അപ്പൊ നമുക്ക് സത്യം ഭയങ്കര സന്തോഷമായിരിക്കും സ്കൂളുകളിലൊക്കെ പോകുമ്പോ. പിന്നെ അവരുടെ അടുത്തൊന്നും വിട്ടു പോണെങ്കി 1.5 സംഭവം. ഒരു പിള്ള വന്നാൽ നമുക്ക് എടുക്കാം, 2 പേര് വന്നാലും എടുക്കും, 3 വന്നാലും എടുക്കും. 5 പേര് പുറത്ത് കാണും, 2 പേര് കാലിൽ കാണും, ബാക്കിയുള്ള 4-5 പേര് കയ്യിലും കാണും. എനിക്ക് അനക്കാൻ പറ്റൂല. ഞാൻ പറയും എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ നടക്കില്ല. കാരണം ബൂട്ട്സ് വല്ലവരും കിട്ടേക്കണേ, എവിടെ കയറി ചവിട്ടും അറിയും. കറക്റ്റ് ആയിരിക്കും നിക്കണേ, ചവിട്ടിയ കൈയും കാലും ചിലവര് എന്റെ ഇടയ്ക്ക് വീഴും. മക്കളുടെ ആ കൊച്ചടാ വീഴല്ലേ മൈൻഡേ ചെയ്യൂല. അതൊരു അവസ്ഥയാണ് അല്ലേ? നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. നമ്മുടെ കൂടെ ഉള്ളവർ അവരും ഇതായി പോവും. അയ്യോ എങ്ങനെ പിടിച്ചു മാറ്റി. ഭയങ്കര സന്തോഷം, ഭയങ്കര അനുഗ്രഹമല്ലോ, ഭാഗ്യമാണ്. പിന്നെ ഈ ഏത് സമയത്താണ്, അതായത് നമുക്ക് തന്നെ സെൽഫ് ഒരു തോന്നലുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പം ഉപ്പുമുളകിൽ വന്നു ഒരു ഇത്ര എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ ആൾക്കാർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പയ്യനാണെന്ന് ആ ഒരു സമയമുണ്ടോ, നമ്മളെ റിയലൈസ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും തീർച്ചയായിട്ടും അല്ലെ? യെസ്, പണ്ടത്തെ പോലല്ല, ആൾക്കാർ നോട്ടീസ് ചെയ്ത് തുടങ്ങി, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. സ്കൂളിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും അത് ഏത് ടൈമിലായിരിക്കും വന്നു തുടങ്ങിയത്? സ്വാഭാവികമായിട്ടും എനിക്കൊന്ന് 8 വയസ്സ് 9 വയസ്സ് ആ ഒരു ടൈമാണ്. അത്രയുള്ള വിവരം കാണൂല. പിന്നെ അമ്മ പറഞ്ഞു തരുന്ന കാര്യം വെച്ചിട്ടായിരിക്കും ഞാൻ പൊക്കിയെടുത്ത് വെച്ചേക്കണത്. അപ്പോ ആദ്യം ഈ സൂര്യയില് കുട്ടിപ്പട്ടാളം ചെയ്തായിരുന്നു. അത്
അതിനകത്ത് കയറി ആശാൻ ഒരു കസറി ഇട്ട് ഇറങ്ങിയതാ. അറിയാലോ, ഞാൻ 2-3 നല്ല നല്ല കാര്യങ്ങൾ വാഴക്കാലം തന്നെയല്ലായിരുന്നു അതിന്റെ അതെ വാഴക്കാലം തന്നെയായിരുന്നു. പക്ഷെ ഷൂട്ട് ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലായിരുന്നു. ആ പിന്നെ ഏഷ്യാനെറ്റിലുണ്ട് എനിക്ക് ഇങ്ങനെ കൂട്ടും. പക്ഷെ സുബിയുടെ പ്രോഗ്രാം അറിയാലോ, സുബിയുടെ കാര്യം അറിയാലോ. പുള്ളിക്കാരി ഇങ്ങോട്ട് പിഴിഞ്ഞിങ്ങെടുത്ത്. സ്കൂളിലെ വിശേഷാദികളും മൊത്തവും അന്ന് LKG അന്ന് ഞാൻ പറഞ്ഞ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്. ചെറിയ മക്കളല്ലേ, അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കുസൃതികൾ ഞാൻ പറഞ്ഞു. ചെറിയ കുസൃതി ഒന്നുമില്ല, കുറച്ച് വലുതായിരുന്നു. അൽസാബിത്ത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെടാന്ന് അവള് ചോദിച്ചു. ചെറിയ മോള് ഉത്തര എന്ന് പറഞ്ഞൊരു കുഞ്ഞു മോള്. ഇത് കഴിയുമ്പോ അവൾ എന്നെ ഉറപ്പായിട്ടും വല്ല പൂവും വെച്ച് തരും, എനിക്ക് ഉറപ്പാണ്. കഴിഞ്ഞവിടെ ഞാനിത് പറഞ്ഞു. ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഇന്നലെയും കൂടെ മെസ്സേജ് അയച്ചോളൂ, വല്ലതും വിളിച്ചു പറയുള്ളൂ. അവൾ അങ്ങനെ വന്നു, ഞാനത് പോയി പറഞ്ഞു കൊടുത്തു. അപ്പൊ ടീച്ചറിനോട് പോയി പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ഇവൻ പറഞ്ഞു ഓപ്പോസിറ്റ്, എന്നാലും ഇപ്പൊ താലിമാലയും മേടിച്ചോണ്ട് വേണം. നമ്മള് പാവമാണല്ലോ. ഏത് വയസ്സ്? LKG. കുഴപ്പമില്ല. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറയില്ലല്ലോ, മേടിച്ചോണ്ട് വന്ന് ഫ്രണ്ട് ഇക്കത്തല്ലോ കയ്യില് മാലയായിട്ട്. അല്ലോ എന്നാ പിന്നെ എങ്ങനെ? അല്ല അമ്മ പിന്നെ അമ്മ കുഴപ്പമില്ല, എല്ലാത്തിനും ഓക്കെയാണ്. എന്നിട്ട് അത് പോയി പറഞ്ഞു. അത് പിന്നെ നാട് മൊത്തം അറിഞ്ഞു. അത് ടീച്ചർ മിസ് അറിഞ്ഞു, ശോഭ മിസ് ആയിരുന്നു. മിസ് അറിഞ്ഞു. മിസ് എല്ലാ മിസ്സുമാരോടും പറഞ്ഞു. സ്കൂൾ ബസ്സിൽ പാട്ടായി. പിറ്റേ ദിവസം രാവിലെ ഞാനും ബസ്സിൽ കയറ്റി വിടാൻ നിർത്തുമ്പോ അറിഞ്ഞാ ഞാൻ ചെന്ന് മോന്റെ കല്യാണം ഉറച്ച്. പെണ്ണ് തോതാ. അപ്പൊ അവള് ബസ്സിൽ തന്നെ, കുഞ്ഞു ആ ബസ്സിൽ തന്നെ. LKG രണ്ടും ഒരു കെട്ട ക്ലാസ്, കുഞ്ഞു പിള്ളേരല്ലേ. അപ്പൊ ഞാൻ ചിന്തു സംഭവം മിസ്സേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മ ഈ സംഭവം പറഞ്ഞ്. മോള് വലുതായി, +2 ആയി, നല്ല കുട്ടിയാ. ഇപ്പോഴും ഒരു നല്ല ഫ്രണ്ട്സാ, കുറെ കുട്ടികൾ. പക്ഷെ ഇത് അവൻ കുട്ടിപ്പട്ടാളത്തിൽ പോയി പറഞ്ഞു. അതാ ടൈമില് പത്തനാപുരം അച്ഛൻ. എന്നിട്ട് കഷ്ടമാണ്. അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോൾ അറിയാതെ പറഞ്ഞു കേട്ടോ, സോറി. ഞാൻ പറഞ്ഞു അയ്യോ ഇതൊന്നും ഒരു കാര്യമൊന്നും അല്ല. പക്ഷെ നമ്മൾ ഇപ്പൊ കേൾക്കുമ്പോ അങ്ങനെ ആയിരിക്കില്ല പറയണത്. സെൻസർ ബോർഡ് വിളിക്കണേലും കാള് ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു. അവള് വലിയ കുട്ടിയായില്ലേ. ഉത്തരാ കേൾക്കുന്നുണ്ടല്ലോ. ലാസ്റ്റ് ബർത്ത്ഡേക്ക് അവള് വീട്ടിൽ വന്നു. അമ്മുമ്മയും അവളും മോളുമായിട്ട് വന്നായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയി. അതൊക്കെ നല്ല അവരുടെ ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു തിക് ഫ്രണ്ട്സ് ആണ് അവര്. കുറെ കുട്ടികളുണ്ട്. മേഘ, പിന്നെ പേര് മാത്രം പറയല്ലേ, കുറച്ച് അഗസ്റ്റിൻ, ഐസിൻ, അങ്ങനത്തെ കുറച്ച് പിള്ളേരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചാലോ. നമ്മളറിയാ അങ്ങനെയാണല്ലോ. അഗസ്റ്റിന്, ഐസണ്, നല്ല കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഈ എനിക്ക് തോന്നുന്നു ഈ 8, 9, 10 വയസ്സുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പിള്ളേർ വീട്ടിലൊക്കെ ഈ ഓടി നടന്ന്, നമ്മുടെ എല്ലാവരുടെയും ഓടി നടന്ന് അവിടെ ഇവിടെ വീഴുന്നു, പരിക്കുകൾ പറ്റുന്നു, അങ്ങനെയല്ലേ സാധാരണ. പക്ഷെ എനിക്ക് തോന്നുന്നു കേശുവിനെ സംബന്ധിച്ച് ആ സമയങ്ങളിൽ, ആ വയസ്സുകളിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പരിക്കുകൾ ഏറ്റവും കൂടുതൽ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് സെറ്റില് ഉപ്പുമുളക്. ഇത് കറക്റ്റ് ആണോ? അല്ലേ? കുറച്ച് 100%. വീട്ടിൽ വെച്ച് ഒരു വീഴ്ചയില്ല. ഇന്ന് വരെ മുറിവ് പറ്റിയിട്ടില്ല. സ്കൂളിൽ പോയിട്ട് എന്റെ ഓർമ്മയിൽ അവന് യാതൊരു വിധത്തിലും ഒരു പോറലും വന്നിട്ടില്ല. ഈ സംഭവം ഈ അച്ഛൻ നേരത്തെ ഇന്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു കാണുമല്ലോ ഈ ആത്മാർത്ഥത കേട സ്വന്തമായിട്ട് അവിടുന്ന് കുറച്ച് മുക്കി എടുത്തിട്ടുണ്ടേ. അച്ഛൻ തന്നെയാണ് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാ പിന്നെ അങ്ങ് വിട്ടങ്ങ് പൊക്കോണം. ഓക്കെ, ഒന്നും നോക്കരുത്. എന്നിട്ട് അച്ഛൻ തന്നെ പറയും ദേഹം നോക്കണം കേട്ടോ. എന്നിട്ട് ആ അച്ഛൻ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പാറമട ചാടി, നീന്ത അറിയത്തില്ലെങ്കിലും വേണ്ടില്ല, ചാടിയിട്ട് പുറത്തിറങ്ങി വരും. നീന്ത അറിയാം, അതുപോലെ കേൾക്കുകയും ചെയ്യും. ഞാനും അതിന്റെ ബാക്കിയാണ്ട് പിന്നെ അങ്ങനെ ചിലപ്പോ അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. പേടിക്കണ്ട. ഒരാഴ്ച മുമ്പാണ് അവിടെ കാല് ഉളുക്കിയത്. അതിനൊരു കുറച്ച് ദിവസം മുമ്പാണ് കാലിൽ മറ്റേ ഈ മതിലെടുത്ത് ചാടി കൊടുത്തിട്ട് സ്റ്റിച്ച് കയറി കൊടുത്ത്. ഈ മുളയുടെ ഒരു നാര് കയറി. അപ്പൊ 3 സ്റ്റിച്ച്. എന്നിട്ട് ആ സ്റ്റിച്ചും വെച്ചോണ്ട് അഭിനയിച്ച് 10 എപ്പിസോഡോളം അഭിനയിച്ചു. 7 ദിവസം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 7 ദിവസവും അതങ്ങനെ പോയി. പിന്നെ എന്നിട്ട് അതിന് ഇവിടെ നെഗറ്റീവ് കമന്റ് വരെ വന്നവരുണ്ട്. അത് ഞാൻ ഏറിലായിരുന്നു. തലേ ദിവസം സ്റ്റിച്ച് ഇടുന്നു, അതും വിരലില്.
നമ്മള് കോമഡി എന്ന് പറഞ്ഞാല് ഈ സാധനം അത് കഴിഞ്ഞിട്ട് സീൻ എടുക്കാണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ട് ആ സീൻ എടുത്ത് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് ഇട്ടോണ്ട് വന്നിട്ട് അവൻ ആ സീൻ എടുത്തു. അപ്പൊ തന്നെ കുഞ്ഞു വിരല, കാലിലല്ല, കാലിന്റെ വിരലിലാണ്, 3ാമത്തെ വിരലിലാണ്. കീഴൊക്കെ എടുത്തു കളഞ്ഞു, വിഷയമൊന്നുമില്ലായിരുന്നു. അത് രക്തം അവിടെ തളം കെട്ടി നിക്കാന്നൊക്കെ പറയത്തില്ലോ. എല്ലാരും ശരിക്കും പേടിച്ചു, ഇത്രയും ബ്ലഡ് എന്തുവാണെന്ന്. നല്ലതായിട്ട് ബ്ലഡ് ലോസ് വന്നു. നല്ല ആത്മാർത്ഥത. അത് ഉച്ച സമയം 4 മണിയോ 3 മണി സമയമൊക്കെ. ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ പറന്നാണ് ഹോസ്പിറ്റലിൽ എത്തും. അപ്പൊ വിളിച്ചു പറഞ്ഞ എങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാല് ഇവനല്ല വിളിച്ചു പറയുന്നത്, എന്നോട് സെറ്റിന്ന് പാറുന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞത് ചെറുതായിട്ട് ഇങ്ങനെ കാല് അവരൊന്നും അങ്ങനെ പറയൂലേ, ഞാൻ വിളിക്കുമ്പോഴല്ലേ അങ്ങനെ ഇത്താ. പിന്നെ അൽസുവിന്റെ കാല് മുറിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ബ്ലഡ് പോയിട്ടുണ്ട്, മുറിവ് ഞാൻ കണ്ടിട്ടില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അവിടെ മൊത്തം ബ്ലഡ് ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ വിളിച്ചു പറയുന്നതെന്ന് വെച്ചാൽ ഇത് നാളെ ഇത്ത ചീത്ത വിളിക്കും എന്നിട്ട് പറഞ്ഞിട്ട് ആരും വിളിച്ചു പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞ് കറക്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ അപ്പൊ ഹോസ്പിറ്റലിൽ പോയിക്കോ. കാലിന് ചെറിയൊരു ഇതുണ്ട്, ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാ, അത് പറ്റും. ആ കാല് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് മതിലാടിയതാ, പോയടാ. മഹേഷ നമ്മുടെ ആർട്ട് ഡയറക്ടർ ആയിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. മഹേഷ് പറഞ്ഞു ചേച്ചി കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഞാൻ ജസ്റ്റ് പോയപ്പോ ഡ്രസ് ചെയ്തിട്ട് വരാന്ന്. അവിടെ ചെന്നപ്പോ സ്റ്റിച്ച് ഇവര് ഡ്രസ് ചെയ്യാൻ കയറ്റി ക്ലീൻ ചെയ്തപ്പോ ഞാൻ അവിടെ ചെന്നു, അവിടെ എത്തി. തൃക്കാക്കര ഹോസ്പിറ്റലില് അവിടെ ചെന്നപ്പോ ഡോക്ടർ ചോദിച്ചു സ്റ്റിച്ച് ഇടണോ വേണ്ടയോ, ഒരു സ്റ്റിച്ച് വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയതാ. അപ്പൊ എന്നിട്ട് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇട്ടപ്പോ അകത്തോട്ട് മുറിവുണ്ടായിരുന്നു, 3 സ്റ്റിച്ച് ഊണ്ടുണ്ടായിരുന്നു, 3 സ്റ്റിച്ച് ഇട്ട്. അപ്പൊ ഞാൻ എന്നിട്ട് എന്നാ ഇന്നിനിപ്പം വീട്ടിലോട്ട് പോകാമല്ലോ, 5 മണിയായില്ലേ, വീട്ടിലോട്ട് പോകാം, റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പൊ അവിടുന്ന് ബാക്കി ഷൂട്ട് എന്റെ ക്ലൈമാക്സ് ഒന്നും എടുക്കാൻ പറ്റൂടാ അങ്ങനെ ചോദിച്ചു. നമ്മളങ്ങനെ എന്നാ പിന്നെ വാ എടുക്കാം എന്തോ ഞാൻ ബെഡിൽ ഇരുത്തിയിട്ട്. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു 7 ദിവസത്തേക്ക് പോട്ടെ, 4 ദിവസത്തേക്ക് കാല് അനക്കരുത്. അനങ്ങല്ലോ, പക്കായിരുന്നു, പിറ്റേ ദിവസം തല്ലായിരുന്നു. ഡാൻസ് കളിക്കുന്നു ആരോടാ പറയുന്നത്, ഒറ്റ കാലില്. ആ പറഞ്ഞ അച്ഛനുണ്ടല്ലോ, കാലൊടിഞ്ഞ്, ഫുള്ള് കാലൊടിഞ്ഞ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു വിട്ടത്, ബിജു സൂക്ഷിക്കണം, കാലാണ്, കളിക്കാൻ പാടില്ല. പിന്നെ അതുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഈയിടയ്ക്ക് കൂടെ സ്വന്തമായിട്ട് തെറി വിളിച്ചോളൂ, ഒഴിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. നമ്മള് പിന്നെ ആരോഗ്യമായിരുന്നു നമ്മൾ നോക്കണ്ടേ. പിറ്റേ ദിവസം പോലെ ആടി ഇടി ചവിട്ട് കുത്തി ഇതിട്ട് ഏച്ചോണ്ടാടി നടപ്പ്. അതിപ്പോഴും അതിന്റെ ആഫ്റ്റർ എഫക്ട് ഉണ്ട്. കുത്തി കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞു പോകുമായിരുന്നു, ഇപ്പൊ സെറ്റായി, ഇപ്പൊ ഏറെക്കുറെ സെറ്റായി. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേദന വരും. ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴേ ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ കേശുവിനെ വെച്ച് നോക്കുമ്പോൾ മമ്മാസ് ബോയ്, അങ്ങനെ കുറെ കമന്റുകൾ അല്ലെ, മച്ചുവർ ആയിട്ടുള്ള വ്യക്തി, പിന്നെ കുറെ അങ്ങനെ കാണാം കേട്ടോ. പക്ഷെ അതിൽ തന്നെ ചിലർ പറയുന്നത് ഒരു മാരേജ് ഒക്കെ കഴിയുമ്പോൾ മാറും, അല്ലെങ്കിൽ തന്നെ താമസിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ മാറും, നോക്കിക്കോളൂ, ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളല്ലോ. അതൊക്കെ കാണുമ്പോൾ എന്താ ചിരി വരും, എനിക്ക് ചിരി വരും. ഇത് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഉറപ്പായിട്ടും എനിക്ക് ചിരി വരും. കാരണം പിന്നെ അവരുടെ കാഴ്ചപ്പാടിലൂടെ അല്ല ഞാൻ വളർത്തുന്നത്. ഞാൻ അവനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വളർത്തുന്നത്. ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രസവിച്ചത്, അല്ലാതെ അവന്റെ ആഗ്രഹത്തിനല്ല ഞാൻ പ്രസവിച്ചത്. പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. അത് നമ്മളായാലും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ ആഗ്രഹത്തിനാണ് നമ്മൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ എന്തിനും മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന്. ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് മറ്റേ ഈ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടേ കൊണ്ടുപോയി അത് പറയല്ലേ അണ്ണാ, ഇത് കഴിഞ്ഞിട്ട് ക്യാമറ എൻ്റെ കൂടെ പുറകെ വേണേ അങ്ങ് വരെ. ഇല്ല, ഞാന് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല വളർത്തുന്നത്. എൻ്റെ സന്തോഷം, എൻ്റെ കുഞ്ഞ് നാളെ ആരുടെ മുൻപിൽ പോയി കൈ നീട്ടാനോ ഇരക്കേണ്ട അവസ്ഥ വരാതെ ജീവിക്കാൻ സ്വയം പര്യാപ്തതയോടെ. ഇപ്പൊ നാളെ മനുഷ്യന്റെ കാര്യം ആരെപ്പോ വേണമെങ്കിലും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ് മനുഷ്യന്റെ ലൈഫ്, അല്ലേ? അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇന്ന് മരിച്ചാൽ നീ കരഞ്ഞോ വിഷമിച്ചോ, പക്ഷെ 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്റെ ജോലിക്ക് നീ പോയേ പറ്റൂ. അതാണ് ലൈഫ്. അല്ലാതെ എൻ്റെ കൂടെ പണ്ടത്തെ പോലെ സതിയൊന്നും ഇല്ലല്ലോ, ഇപ്പൊ കൂടെ ചാടാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്ക് എന്നെ സംരക്ഷിക്കണമെന്ന് തോന്നിയാൽ നീ സംരക്ഷിക്കുക, അത് നിന്റെ ഉത്തരവാദിത്വം. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. അതെ, അവൻ നോക്കുവോ നോക്കാതിരിക്കുവോ, പിന്നെ അവന്റെ ഭാര്യ വരുമ്പോൾ നോക്കുവോ നോക്കാതിരിക്കുവോ ഒന്നും എന്റെ നിഘണ്ടുവിലില്ല.
അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല. അതെന്താണെന്നോ, പേരൻസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യും മക്കളിൽ നിന്ന്. എക്സ്പെക്ട് ചെയ്യാതിരുന്നു നോക്കി ആ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും അവരെ നോക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ്, ഓവർ എക്സ്പെക്ടേഷൻ ആവുമ്പോഴാണ്. എക്സ്പെക്ടേഷൻ മാത്രമല്ല, ഈ പറഞ്ഞ് ചിലവര് ഓവറായിട്ട് പ്രഷർ ചെയ്ത് കളയും. അപ്പൊ ഈ പിള്ളേർക്ക് എന്നാ ഇത് കഷ്ടമായില്ല, എന്നാ പിന്നെ ഞാൻ ചെയ്യും. പിന്നെ സ്വയം നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു വരുമ്പോ അവർക്ക് തന്നെ അവർക്ക് അതായത് സംഭവം നമ്മളിപ്പോ ഈ ഫോണ് നമ്മൾ എടുക്കുന്നു, അപ്പൊ എടുക്കുന്നു ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നു, അതിനകത്ത് ഓൾറെഡി അതിനകത്തുള്ള സിസ്റ്റത്തിൽ ഇത് ഓൺ ആവുന്നു. നമ്മൾ മാത്രം കുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതിനും കൂടെ തോന്നണ്ടേ ഓൺ ആവണം ചില സമയം. നമ്മുടെ എഫേർട്ട് മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ, അതും കൂടെ വേണ്ടേ. അതേ അപ്പൊ അതിനെ അങ്ങനെ അങ്ങ് എടുക്കാന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എനിക്കതില് കാരണം ഞാൻ അങ്ങനെയൊന്ന് എന്താ പറയുക, പ്രതീക്ഷിക്കുന്നില്ല. നോക്കാതിരിക്കുമോ, നമ്മുടെ ഡ്യൂട്ടി. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് ജന്മം കൊടുത്തുന്നു, അവരെ വളർത്തുന്നു, നമ്മുടെ ഇഷ്ടത്തിന് സ്കൂളിൽ കൊണ്ടുവിടുന്നു അല്ലേ. വലുതാവുമ്പോ ഒരു പ്രായം ആവുമ്പോഴാ ചോദിക്കുന്നത് നിനക്ക് ആരാവണം. അതും ചില വീട്ടുകാര് ആരാവണോ ചുമ്മാ പേരിന് മറ്റേ നിനക്കുള്ള ഓപ്ഷനുകൾ 1 പല പേരൻസ് 2 ഡോക്ടർ, 2 ഡോക്ടർ 3 ഡോക്ടർ. അല്ല മറ്റേ ഈ ഓപ്ഷൻ വേറെ ഉണ്ട്. 1 എഞ്ചിനീയർ, 2 എഞ്ചിനീയർ. ചില വീട്ടിൽ ചോദിക്കത്തില്ലയോ നിങ്ങൾക്ക് രാവിലെ കഴിക്കാൻ എന്താ വേണ്ടേ? അപ്പൊ എനിക്ക് ദോശ മതി, ഇഡ്ഡലിയേ ഉള്ളു. അല്ല മറ്റേ അപ്പൊ പിന്നെ തോച്ചത് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റും നിനക്ക് വേണ്ടി. അതൊരു വലിയ ഇതാണല്ലേ ആൾക്കാരുടെ പറച്ചില് എന്താന്നുള്ളത്. ഇതിപ്പോ എന്നോട് തന്നെ ചില പേരൻസ് പറയും പിന്നെ ഞങ്ങള് മക്കളെ ഫുൾ ഇതായിട്ട് വിട്ടേക്കണേ, വിഷയമുള്ള കേസൊന്നുമില്ല. ഏത് പേരൻസിനോട് സംസാരിച്ചാലും പറയും അമ്മയെ നോക്കണം കേട്ടോ, അമ്മയെ നോക്കണേ കേട്ടോ. ഏത് പേരൻസും അവനോട് പറയും അമ്മയെ കളയല്ലേ, അമ്മയെ നോക്കണേ. ഓൾറെഡി പറയുന്നതിന് ഡബിൾ ആയിട്ട് ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അങ്ങനെ ഒരു ടോക്ക്. ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് പെൺകുട്ടികളെ പോലെയല്ല. ആൺകുട്ടികൾ വളർന്ന് വിവാഹം കഴിച്ച് ജെൻസ് അല്ല ഞാൻ പറയുന്നത്, പറയട്ടെ, സംബന്ധിച്ചിടത്തോളം അവര് വേറൊരു ലൈഫിലേക്ക് പോകും, വേറൊരു വീട്ടിലോട്ട് അവരും അവിടുന്ന് ഒരാളിനെ എടുക്കുകയാണ്, കൂടുതൽ ടൈം അവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അവരുടെ സന്തോഷമാണ്, ആരായാലും അവനവൻ്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, ആരെ വഴക്ക് പറയാൻ പറ്റുന്നത്, അല്ലെ ആരെയാണ് ഒരു ഇത്തിരി മാറ്റി നിർത്താൻ പറ്റുന്നത്? എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. കൂടെ വരുന്നവർ ഇന്ന് തൊട്ടുള്ള സന്തോഷമേ കാണുന്നുള്ളൂ. പക്ഷെ ലൈഫ് ലോങ്ങിൽ ആ വർഷം വരെ ആ അമ്മ അല്ലെങ്കിൽ ആ പേരൻസ് ആണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. ശരിയല്ലേ? അപ്പോൾ അവർ മനസ്സിലാക്കിക്കോളും എന്നൊരു ധാരണയാണ് പലപ്പോഴും ആൺകുട്ടികൾക്കുണ്ടാകുന്നത്. അപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ ആൺകുട്ടികൾ വൈഫ് പറയുന്ന കാര്യം ശരി മൂളി അങ്ങ് വിടുക. പൊതുവെ ചെയ്യണത് ആ കാര്യത്തിനല്ല. അവിടെ ഒരാള് പറയും, ഇവിടെ ഒരാള് പറയും, കഴിഞ്ഞ് ഈ നടുക്കിരുന്നിപ്പോ ഞാൻ പോവാണ് എവിടെയും. എല്ലാ ആൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു ദുഃഖം തന്നെയാണ്, അത് വലിയൊരു വിഷമമാണ്. അവർക്കത് ഓപ്പണായിട്ട് പറയാനും വയ്യ. പക്ഷെ ചിലര് അത് എന്താ പറയും, അപ്പൊ അവിടെ പ്രശ്നമാവും. അപ്പൊ ലൈഫ് പോയില്ലേ. സംഘർഷം ഉണ്ടാക്കാതിരിക്കാനാണെങ്കിൽ ഉണ്ടാക്കാതിരിക്കാം. അങ്ങനെ അല്ലാതെ രണ്ട് സൈഡിലും കാം ചെയ്ത് രണ്ടുപേരുടെ വിഷയങ്ങള് ഡീൽ ചെയ്ത് പോകുന്ന ആളെ അവസാനം അങ്ങനെ പോകുന്ന ആളെ നമ്മളെ കഴങ്ങാനെന്ന് വിളിക്കും. സിമ്പിളാ, ആലോചിച്ച് നോക്കിയാ മതി. അങ്ങനെ നിക്കാനേ പറ്റൂ. ഒന്നുമില്ല, സെപ്പറേറ്റ് ആയിട്ട് ആലോചിച്ച് നോക്ക്. അതെ, ഞാനതുകൊണ്ട് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതായത് അവന് പെൺകോന്തൻ അല്ലെ, ആ ഒരു ഇതിലേക്ക് പെണ്ണിന്റെ വാക്ക് മാത്രം കേൾക്കണ്. പക്ഷെ പുള്ളി ആലോചിക്കുന്നത് എന്തായിരിക്കും, സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി ഉറങ്ങാൻ പറ്റില്ല. പുറത്ത് വേണമെങ്കിൽ 5 അമ്മമാരെ തടി ഉണ്ടാക്കാം, വീട്ടിൽ പോയിട്ട് എന്റെ പൊന്നളിയാ പറ്റത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഏതോ ഇന്റർവ്യൂല് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അങ്ങനെ ഒരു ഭാവി ഒരു വധുവിന് വേണ്ട ക്വാളിറ്റി എന്താന്ന് ചോദിച്ചപ്പോ ഒന്ന് ഫിസിക്കലി നല്ല നീളമുള്ള മുടി വേണം എന്ന് കേശു പറഞ്ഞു. 2 അമ്മേനെ സഹായിക്കണം. അപ്പൊ മൈൻഡിൽ അങ്ങനെ കോൺസെപ്റ്റുകളിൽ ഇത് രണ്ടുമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഈ അടുത്ത സമയത്ത് ആ സഹായിക്കുക എന്നുള്ളത് നീ വെട്ടി മാറ്റിക്കോണം. ഇപ്പൊ വരുന്ന പെമ്പിള്ളായിരുന്നു അമ്മയെ സഹായിക്കാൻ വരുന്നവരല്ല, ജനറേഷൻ മാറി. ഞാൻ ഈ സഹായിക്കാനെന്ന് പറഞ്ഞാ കൂടെ ഉണ്ടാവണം, അതല്ല ഉദ്ദേശിക്കുന്നത്. കൂടെ ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ ഉള്ള പോലെ തന്നെ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട്. അല്ലാതെ അടുക്കള കയറി സഹായിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. അത് ലോജിക്ക് മനസ്സിലാക്കാനുള്ളവരൊക്കെ മനസ്സിലായിക്കോളും. പിന്നെ മുടി എനിക്ക് ഈ സംഭവം, എനിക്ക് ബോയ് കട്ട് സെറ്റപ്പ് ഇഷ്ടമല്ല. അതാ മനസ്സിലായി കാണും, ബോയ് കട്ട് സെറ്റപ്പ് ഇഷ്ടമല്ല. അതായത് നോർമൽ മുടി എന്നൊക്കെ പറയും
ഞാൻ ഇപ്പൊ എന്തൊരു പറയാം, ഇനിയിപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് വേണം ബാക്കി എല്ലാം കൂടെ എന്റെ തലേ കയറാൻ. സാധാരണ ഒരു പെൺകുട്ടി ആ, അത്രയാള് ഉദ്ദേശിക്കുന്നത് നോർമൽ ഒരു കുട്ടി അതേ ഉള്ളൂ. അതാണ് മനസ്സ്. അതെനിക്ക് വ്യക്തമായിട്ട് ഞാൻ എന്താ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇനി ആരും തെറ്റി, ഇനി അതിനകത്ത് മറ്റേ ചിക്കി ചകഞ്ഞു കോഴി വരല്ലേ. അതാണ് അതൊരു ഭയങ്കരമല്ലേ ഇപ്പൊ ഈ വളച്ചൊടിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവം. ചുമ്മാ നേരെ പറഞ്ഞ അളിയാ ഞാൻ എന്തോ വണ്ടി ഓടിച്ചോടെ വരെ പോയി കേട്ടോ, അതിന് വരെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ അവസാനം. ഞാൻ ഇവിടെ നിന്ന് നൈസായിട്ട് വണ്ടി എടുത്തു, ആരും അറിയാതെ അതുവഴി പോയി ഇതുവഴി പോയി അവിടെ എത്തിന്നായിരിക്കും ഞാൻ അവിടെ വരെ പോയെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ വാർത്തകളെ വളച്ചൊടിക്കുന്നവനാണ് എന്താ ഭൂരിഭാഗവും വൈറലാവുന്നത്. എങ്ങനെ വൈറലാവാം? അതിനു വേണ്ടി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് മറ്റേ കേശുവിന്റെ കുറ്റം പറച്ചിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടരുത് അവസാനം. ഇടാറില്ല, അങ്ങനെ എത്രയോ നല്ല കുട്ടികളുണ്ട്, എത്രയോ നന്നായിട്ട് കമന്റ് ചെയ്യുന്നവരുണ്ട്. എന്നെ കണ്ടില്ലേ? ഒരുപാട് പേരുണ്ട്. എന്നെ കണ്ടില്ലേ മിണ്ടിയണ്ട, അത് ആരും അറിഞ്ഞില്ല, അവര് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ കുഴപ്പമില്ല. അല്ല ഈ നല്ല കമന്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അതിൽ ഞാനൊന്ന് പറയാവേ. പലരും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് കേശുവിന്റെ സംസാരവും ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അഭിനയം ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം, റെസ്പെക്ട്, ഒരു സ്നേഹത്തോടുള്ള ബഹുമാനം തോന്നുന്നു. ഒന്ന് പൊങ്ങിക്കോ, കുഴപ്പമില്ല, പറഞ്ഞേക്കാം. ഭയങ്കര ഇഷ്ടം തോന്നുന്നു, ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആ സംസാര രീതി ആ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഈവൻ കമന്റിലും ഒക്കെ പേഴ്സണലി കുറെ പേരുണ്ടാവുമല്ലോ, മെസ്സേജ് ആയിട്ടൊക്കെ എനിക്കൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ തിരിച്ച് ഞാൻ ചോദിക്കുവാണെങ്കിൽ കേശുവിന് അങ്ങനെ ഒരു മോട്ടിവേഷൻ അല്ലെ ഒരു ഇൻസ്പിറേഷൻ ഒരു വ്യക്തിയിൽ മാത്രമായി കണ്ടിട്ടുണ്ടോ, അല്ലെ ഒന്നോ അതിൽ കൂടുതലോ അങ്ങനെ ഉണ്ടെങ്കിൽ ആരായിരിക്കും? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ എന്തൊരു പറയാം, ഞാൻ ആദ്യം നോക്കി, ഇനിയിപ്പോ എന്തൊരു പറയാം. ആ ഇൻസ്പിറേഷൻ അമ്മ പൊതുവെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇൻസ്പിറേഷൻ മെയിൻ ആയിട്ട് പേരൻസിന്റെ അടുത്തു നിന്നായിരിക്കും. എനിക്ക് പേരൻസിന് പകരം അമ്മയുടെ അടുത്തു നിന്നാണ്. പേരൻസിന് പകരം പേരൻസ് മാറ്റിയെന്നല്ലേ ഉള്ളൂ, പേരന്റ്. കൈ കൊടുത്തോ? താങ്ക് യു. പക്ഷെ എന്റെ കുറെ മോശപ്പെട്ട ഗുണങ്ങളുണ്ട്, അതൊന്നും അങ്ങോട്ട് വലിക്കാൻ പറയാൻ പറ്റത്തില്ല. മോശപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമതിനും എന്റെ കലിയെടുത്ത് ഇപ്പൊ ഉദാഹരണത്തിന് എന്തെങ്കിലും കണ്ട ടക്കനെ നമ്മളാണെങ്കിൽ അണ്ണാ അതായത് ചെയ്ത മോശമായി പോയി, ഇതാണെങ്കിൽ ആ ചെയ്ത ഭയങ്കര മോശമായി പോയിട്ടോ, ടോൺ വ്യത്യാസം, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. റിഫ്ലക്സ് ഭയങ്കര ഓവർ. അതായത് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും, നമ്മളൊന്ന് ആലോചിക്കും, മറ്റേ വേണം അതിന് മുമ്പ് ആള് ഇപ്പൊ നമ്മൾ അടിക്കണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരി അടിച്ചിരിക്കും ആ സമയം. ആ സാധനം പക്ഷെ ആ പറയുന്ന കാര്യം നമ്മൾ ആലോചിച്ചാൽ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കണ ഈ സമയം ആലോചിക്കാനുള്ളൊരു സാധനം കാണത്തില്ല. മനസ്സിലായല്ലോ? നമ്മൾ അപ്പുറത്തെ ആളുടെ ഭാഗം കൂടെ ആലോചിച്ചിട്ട് അടിക്കണോ വേണ്ടെന്ന് ആലോചിക്കും. ഓപ്പോസിറ്റ് നിക്കുന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല. അപ്പൊ അത് പെട്ടെന്ന് ആരാ ഫ്രണ്ടിൽ അങ്ങനെ നോക്കത്തില്ല, തോന്നുന്നു അപ്പൊ തന്നെ അങ്ങ് സഡൻ റെസ്പോൺസ് ആണ്. ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പിന്നെ ആരായാലും എന്തുമായാലും സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആണ്. അത് തന്നെയുള്ളൂ എന്റെ ലൈഫിൽ ഞാൻ കാണുന്ന ഏറ്റവും എന്റെ ലൈഫിന്റെ വിജയം കട്ട് ആൻഡ് റൈറ്റ് തന്നെ വിജയമായിട്ട് തോന്നുന്നു. അതേപോലെ തന്നെ എന്നോടും ചിലവർ ഇപ്പൊ ചോദിക്കും, നീ എന്ത് പറഞ്ഞാലും ഒരുമാതിരി ഈ കളിയാക്കി സംസാരിക്കണത് അല്ലെങ്കിൽ ഭയങ്കര ഈസി ഗോയിങ് അങ്ങനെ സംസാരിക്കണത് എന്താ? ഞാൻ പറയാം, ഇപ്പൊ നമ്മള് രണ്ടുപേരും സീരിയസ് ആയിട്ടിരുന്നു, മറ്റേ പ്രശ്നം അങ്ങനെ മോശമായി പോയിട്ടോ, കുറച്ചാകുമ്പോ ഇരുന്ന് ഇങ്ങനെ തന്നെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കും. അതേ സ്ഥാനത്ത് മാറിയിട്ട് മറ്റേത് ഭയങ്കര പ്രശ്നമായി പോയിട്ടോ. എനിക്ക് അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര സല്യൂട്ട് ചെയ്തു. കാരണം എത്ര വലിയ പ്രശ്നമായാലും അതായത് അപ്പൊ പക്ഷെ ചിലവർക്ക് തോന്നും നമ്മൾ കളിയാക്കുകയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചിലവർക്ക് തോന്നും, ഏറ്റവും സിമ്പിൾ ആക്കി അവൻ ഹാൻഡിൽ ചെയ്യും. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആയി പോകും. അതുകൊണ്ടാണ് ചെയ്യണത്. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവില്ല. അവന്റെ ചെറുതിലെ മുതലേ, അതായത് 5 വയസ്സ് മുതൽ അവൻ ഒരു പക്ഷെ കണ്ടു വളർന്ന സാഹചര്യങ്ങളും അവൻ അനുഭവിച്ചു വന്ന വഴികളും ആയിരിക്കാം അവനെ അങ്ങനെ ആക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കൊണ്ട് അങ്ങനെ ഈസി ഗോയിങ് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം, അത് നീ കീപ്പ് ചെയ്തു. കാരണം ഒരു കാര്യത്തിന് ടെൻഷൻ അപ്പൊ എന്നോട് പറയും, അപ്പത്തേക്ക് നാളുടെ ഇമോഷൻ അളിയ ആ ഇമോഷൻ ഈസി ആക്കാനാണ് ഇവിടെ പറയണേ, അല്ലാതെ ഞാൻ മറ്റേ അതാക്ക അതിന് നമ്മള് അങ്ങനെ പറയുമ്പോ നമുക്ക് ഒരാളെ നമ്മള് ടെൻഷൻ അടിപ്പിക്കുക അങ്ങനെ സാധനമായി പോവാ. വിട്ടിട്ടോ അപ്പൊ പറയാം നിനക്കത് വരുമ്പോഴേ അറിയുള്ളൂ. എനിക്ക് വന്നപ്പോ ഞാൻ ആരെയും കണ്ടിട്ടില്ലത്. ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മ ഇതാണ്, ആ പോട്ടെ വിട്ടോളാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പ്രശ്നമുണ്ടോ ഡീൽ വേണ്ട 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 ഞാനൊന്നും അങ്ങനെയല്ല. ഒരു ചെറിയൊരു കാര്യം വന്ന ടെൻഷൻ എനിക്കത് സോൾവ് ആവുന്നിടം വരെ ടെൻഷൻ ഞാൻ അത് വിടുക. പിന്നെ സോൾവ് ആക്കുകയും ചെയ്യും. പക്ഷെ സോൾവ് ആക്കും, പക്ഷെ സോൾവ് ആക്കുന്ന ടെൻഷൻ കാണും. അപ്പൊ ആ ടെൻഷൻ കാരണം വേറെ നമ്മുടെ ഷുഗർ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ BP കൂടും. അത് കാരണം പിന്നെ അതിന്റെ ടെൻഷൻ ആയിരിക്കും.
ഒരുപക്ഷെ ഇവൻ അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം ചെറുതിലെ അത് ഇത് എന്തുവായാലും ഇത് ഇങ്ങനെയാണ് എന്നവനറിയാം. എന്തായാലും ഒരു സൊല്യൂഷൻ അവിടെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് വരുമല്ലോ. ഈസി ഗോയിങ്ങിലാക്കും അത്. അങ്ങനെ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ചില കമന്റുകളൊക്കെ വരുമ്പോ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇപ്പൊ ഒരു 100 പേരിൽ 100 പേരും നല്ലത് പറയണമെന്ന് ഒരിക്കലും ഇല്ല. അത് ചിലപ്പോ ഒരു 10 പേര് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല. ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി, ഒരു മനുഷ്യനും നെഗറ്റീവ് കമന്റ്സ് ഇല്ലാത്ത ആരുമില്ല തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ അതൊക്കെ വിചാരിച്ചാൽ മതി. കാരണമുണ്ട് ഒരാളുടെ എക്സ്പെക്ടേഷൻ പോലെ ആയിരിക്കില്ലല്ലോ മറ്റേ ആളുടെ. തീർച്ചയായിട്ടും നമ്മൾ ഈ ഫോൺ എടുത്ത് വെക്കുന്നതാണെങ്കിലും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. ഇനി മൈൻഡിൽ നെഗറ്റീവ് ഇല്ലെങ്കിലും വെറുതെ ഇടുന്നവരുണ്ട്. അതാണ് പോയിന്റ് ഓഫ് വ്യൂ. അസൂയ ഉള്ളവനുണ്ടാവും, കുശുമ്പുള്ളവനുണ്ടാവും, ഇതൊന്നും ഇല്ലാത്തവൻ കാണും, ജീവിതത്തിൽ ഒന്നും ആകാത്തവൻ കാണും. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ. അത് ഈ പറയുന്നത് വെച്ചിട്ട് നമുക്ക് അസൂയില്ലെന്നും പറഞ്ഞുകൊണ്ട് ആരും വരാൻ നിൽക്കണ്ട. ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എല്ലാ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഈഗോ ഉണ്ട്, എല്ലാം ഉള്ള ആൾക്കാരാണ്. ശരിയാണ്. ദേഷ്യം, വിഷമം, ദുഃഖം ആർക്കാണില്ലാത്ത എല്ലാവർക്കും. അപ്പൊ അങ്ങനെ വരുന്ന കമന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നോക്കി ആരാണ് ഇട്ടത് അതിനെ റിജക്ട് ചെയ്യാം. റിജക്ട് ചെയ്യാറില്ല അമ്മ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ നോർമൽ സാധനമൊക്കെ ഓക്കെ, അതായത് മാച്ചായി പോയി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഓക്കെ നോർമൽ, മൈൻഡ് ചെയ്തില്ല. പക്ഷേ അതായത് അഭിനയിച്ചത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അഭിനയത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു വിഷയം പറയണത് നമുക്ക് മനസ്സിലാക്കാം. ഞാനത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ചിലത് നമ്മൾ ഞാൻ അവനോട് പറയുകയും ചെയ്യും. ചിലര് ജാതി വെച്ചിട്ട് കാസ്റ്റിനെ കോട്ട് ചെയ്ത് ഇടും, ചിലര് ഫാമിലി ലൈഫിനെ കോട്ട് ചെയ്ത് ഇടും. പിന്നെ അങ്ങനെ ഇടുന്നവരെ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരാളെ തെരഞ്ഞു പിടിച്ച് പുള്ളിയെ വിളിച്ചു, കാരണം പുള്ളി ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂല് പുള്ളിയുടെ പേര് അങ്ങനല്ല, കാലം പിടിച്ച് മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോടല്ല മാപ്പ് പറയേണ്ടത്, 17 വയസ്സുള്ള അത് 50 വയസ്സുള്ള ഒരാളാണ്. 50 വയസ്സ് സ്ഥിരമായി യൂട്യൂബില് അൽസാബത്തിന് മാത്രം എതിരെ സമയത്ത് ബാലുവും കേശുവായിരുന്നു. അച്ഛൻ പോയതിനു ശേഷം കേശു ഉപ്പുമുളയിൽ നിന്ന് പുറത്തു വിട്ടാൽ ഉപ്പുമുളക് രക്ഷപ്പെടും. പുള്ളിയുടെ സ്ഥിരം കമന്റ്, ഒറ്റ കമന്റ് കോപ്പി പേസ്റ്റ് ആണ് എല്ലാ ദിവസവും. അപ്പൊ എന്തെങ്കിലും അല്ല, ഞാൻ കരുതി എന്തെങ്കിലും പേഴ്സണൽ വൈരാഗ്യമുള്ളവരായിരിക്കും. അങ്ങനെ അതേ പേരിൽ ഞാൻ ഇൻസ്റ്റയിൽ തപ്പി അങ്ങനെ ലാസ്റ്റിൽ അത് വേറെ കാര്യമുണ്ട്. ഞാൻ ഒരാളെ സെർച്ച് ചെയ്താൽ കിട്ടുന്നിടം വരെ ഞാൻ പോയിക്കൊണ്ടിരിക്കും. കിട്ടി, ആളെ കിട്ടിയത് അടുത്ത സമയത്താ. സംസാരിച്ചു, ഞാൻ എന്താണ്, ഞാൻ ദേഷ്യപ്പെടും. ഞാൻ എന്താണ് താങ്കളുടെ പ്രശ്നം, എന്താ ഫോൺ. ഞാൻ പിന്നെ ഡയറക്റ്റ് അങ്ങ് വിളിക്കും. അയ്യോ എനിക്ക് അങ്ങനൊന്നും ഇല്ല. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഏത് പൊന്നു തമ്പുരാനായാലും ഞാൻ വിളിക്കും. അതിന് നമുക്കെന്താ, ഞാൻ ആരെയും ഒരു തെറ്റ് ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ കൊലപാതകം ഒന്നും ചെയ്തിട്ടില്ല, മറ്റ് ഇല്ലീഗൽ ഒരു ആക്ടിവിറ്റീസും ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ എന്റെ മകനെതിരെ കമന്റ് ഇട്ട ആളിനെ ഞാൻ വിളിച്ച് സംസാരിക്കുന്നു. എന്താണ് അവർക്ക് എന്റെ മകനോടുള്ള വൈരാഗ്യം അല്ലെ വിരോധം? അതെ, അതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ മൈൻഡ് മാറും. ചിലപ്പോൾ നമ്മള് ഇന്നലെ കണ്ടപ്പോ നമ്മൾ ചിരിച്ച പടമായിരിക്കും, നമ്മൾ നാളെ കാണുമ്പോ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ 1 ഇയർ ആയിട്ട് ഇടുന്നുണ്ട് പുള്ളി. 1 ഇയർ ആയിട്ട്. അപ്പൊ അത് മൂഡിന്റെ അല്ല. അപ്പൊ എന്താണെന്ന് അറിയണ്ടേ പുള്ളിയുടെ എന്റർടൈൻമെന്റ്. അതിന് ഒരു പ്രത്യേകിച്ച് റീസണും പറയുന്നില്ല. ഇവൻ പറഞ്ഞല്ലോ പുള്ളിയുടെ എന്റർടൈൻമെന്റ്. കോൾ ചെയ്തു, പുള്ളി ഇന്ന ആളാണെന്ന് അറിഞ്ഞപ്പോഴേ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും. എന്താണ് താങ്കൾക്ക് അൽസാബിത്തിനുള്ള വിരോധം? ഇല്ല, എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും കമന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു താങ്കൾ ഇട്ട എല്ലാ കമന്റും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ സൈബറിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ പുള്ളി പറഞ്ഞു, ഓ ചേച്ചി അല്ല മാഡം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ കാല് പിടിക്കാൻ കേസ് കൊടുക്കരുത്. ഞാൻ പറഞ്ഞു കാലൊന്നും പിടിക്കണ്ട, നിങ്ങൾ എന്തിനിടുന്നു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എനിക്ക് കാലില്ലാത്ത ആളാണ്. അങ്ങനെ വിളിച്ച് പുള്ളി പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് അത് ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഇട്ടതാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുഹൃത്തെ, അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എനിക്ക് 45 ആയുള്ളൂ, താങ്കൾക്ക് 50. ആദ്യം ഞാൻ പുള്ളിയോട് ചോദിച്ച പുള്ളിയുടെ വയസ്സാണ്. 50 വയസ്സായി, നിങ്ങൾ തനിച്ച് താമസിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ കാലില്ലെന്ന് പറഞ്ഞു. പിന്നെ പക്ഷെ അങ്ങനെയുള്ള ഒരാളുടെ മനസ്സ് ഇത്രയും നികൃഷ്ടമാവരുത്. അവന് വെറും 17 വയസ്സേ ഉള്ളൂ. നിങ്ങൾ ഈ 50 വയസ്സിനുള്ളിൽ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതി പറയാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സംഗതി പറയൂന്ന്. അപ്പോൾ പുള്ളി
മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു 9ാമത്തെ വയസ്സിൽ ഒരു വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ അവൻ്റെ പണം ഉപയോഗിച്ച് ഞാൻ ജപ്തി ഒഴിവാക്കി. ഞങ്ങൾ രണ്ടുപേരും കടത്തിൻ്റെ ആ വീട്ടിലേക്ക് കയറിയവരാണെന്ന് പറഞ്ഞു. ആ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞാൽ നീയല്ല നിൻ്റെ അപ്പാപ്പൻ വന്നാലും, ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, വന്നാലും ഞാൻ തപ്പിയെടുത്ത് നിൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. എനിക്ക് ഇത്രയും കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ നിൻ്റെ വീട്ടിൽ വരെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഞാൻ നേരെ കൊണ്ടുവന്ന് ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിൽ നിർത്തത്തുള്ളെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പോലീസ് കേസും ഇതും ഒന്നും ആയിരിക്കത്തില്ല, ഞാൻ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരെണ്ണം പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞു. അത്ര എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അല്ല ഞാനിത് നിയമത്തിന് കൊടുക്കാനും കൊണ്ടുപോയി ജയിലിൽ ഇടാനും ഇങ്ങനെയുള്ള സംഭവത്തിനൊന്നും നിൽക്കത്തില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഒരെണ്ണം അങ്ങ് പൊട്ടിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ അവസ്ഥ ഓർത്തിട്ട് ഞാനിപ്പോൾ ഒന്നിനും വരുന്നില്ല. പക്ഷെ ഇനി മേലിൽ എൻ്റെ മകൻ്റെ പറഞ്ഞു ഇനിയും നല്ല കമന്റ് ഇട. ഞാൻ പറഞ്ഞു നീ നല്ലത് വിടണ്ട, നീ നല്ലത് വിടണ്ട, നീ ചീത്ത വിടണ്ട, നീ സഹായിക്കരുത്. ഞാൻ നീ ഇയാള് നീ നല്ല ഇയാള് നല്ലത് വിടണ്ട, മോശം വിടണ്ട. അങ്ങനെ പറഞ്ഞല്ലേ, ഇനി വേണ്ട, ഇനി ഞാൻ നല്ല കമന്റ് ഇട്ടോളാം. അതൊരു ഭാര്യയാകുമോ എന്നുള്ളതാണല്ലേ അടുത്തത്. അല്ലെ എന്തിനാണെന്ന് ഒരു കുഞ്ഞിനോട് എന്തിനാണ് അല്ലേ? പോട്ടെ, ഒരു പേഴ്സണലി എന്തെങ്കിലും ഒരു വൈരാഗ്യമുണ്ട്. അതെ അതെ, അങ്ങനെ പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഇതുകൊണ്ടായിരിക്കും നേരത്തെ ഒരുത്ത പോലെ അറിയാത്ത ഒരുത്തനെ മറ്റേ നമ്മള് പറയുന്നല്ലേ. ചിലർക്ക് അൽ സാബിത്ത് എന്നുള്ളത് കാണുമ്പോ ബഹുജനം പലവിധം. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഇഗ്നോർ ദ ബാഡ് തിങ്സ്. നമ്മൾ നമ്മുടെ ലൈഫ് അടിച്ചു പൊളിച്ചു. പുള്ളി ഇനി ആർക്കും എതിരെ ബാഡ് കമന്റ് ഇടത്തില്ല. അതൊരു കാര്യം, അത് മൈൻഡിൽ ചെയ്തൊരു നല്ല കാര്യമാണ്. അതുകൊണ്ട് അത് എപ്പോഴും ഓർക്കും. ഒരുപാട് നെഗറ്റീവ് ആയാലേ നമ്മള് പുള്ളി പറഞ്ഞു ഞാൻ ഇനി ആർക്കും എതിരെ ഇടത്തില്ല. നല്ല കാര്യം, നല്ല കാര്യം. ഇത്രയും വിവരവും ബോധവും വെക്കണം. അത് വെച്ച് കൊടുത്തല്ലോ, അതല്ലോ, അത് നന്നായി. ശരിക്കും